തൻ്റെ വിവാഹത്തിന് 2 ദിവസം മുമ്പ് അമ്മയിൽ നിന്ന് 500 രൂപയും വാങ്ങി ആ യുവാവ് എവിടെയോ പോയി മറിഞ്ഞു. പിന്നീട് വിവാഹ ദിവസവും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്നലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കേണ്ടത്. ഒരു പക്ഷേ ആ യുവാവ് എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക. 8 വർഷമാണ് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ അദ്ദേഹം പ്രണയിച്ചത്. പക്ഷെ ആ പ്രണയ സാക്ഷാത്കാരത്തിന് അദ്ദേഹം ഉണ്ടായില്ല. വളരെയധികം കണ്ണീര് വറ്റിയാണ് ആ യുവതിയും ഈ അഭിജിത്തിന്റെ കൂട്ടുകാരും കുടുംബക്കാരും കാത്തിരിക്കുന്നത്. വളരെ വിഷമത്തോടെ തന്നെയാണ് സഹോദരിയും മാതാവും അടക്കമുള്ളവർ ഇവനെക്കുറിച്ച് വാർത്തകൾ ചെയ്യുന്നത്. ഒരുപക്ഷെ ഇതുവരെയും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എവിടെയായിരിക്കും അഭിജിത്ത് പോയിട്ടുണ്ടാവുക? അതിനിടയ്ക്ക് തന്നെ ഒരു CCTV ദൃശ്യവും അദ്ദേഹത്തിൻ്റെത് എന്ന രീതിയിൽ ലഭിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അത് അഭിജിത്ത് എന്നത് തന്നെയാണ് ഉറപ്പിച്ച് മാധ്യമങ്ങളും പോലീസും പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഭിജിത്ത് മനഃപൂർവ്വം മാറി നിൽക്കുന്നതാണോ? വിവാഹ തലേന്ന് ഒരുപക്ഷെ ഈ വിവാഹത്തിൽ നിന്നും ഒഴിവാവാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാവാനും വഴിയുണ്ട്. കാരണം 500 രൂപ അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിയ ആ മനുഷ്യൻ ഒരുപക്ഷെ 2 ദിവസം കഴിഞ്ഞ് എങ്ങനെ വിവാഹം കഴിക്കാനാണ്? സ്വന്തമായി ഒരു 500 രൂപ പോലും എടുക്കാനില്ലാതെ ഒരാൾക്ക് എങ്ങനെ വിവാഹം കഴിക്കാൻ സാധിക്കും? അതിലുമുപരി 1 ലക്ഷം തനിക്ക് സുഹൃത്ത് നൽകിയെന്നും പറഞ്ഞ് അവസാനമായി കോൾ ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ നിന്നും 10,000 രൂപ തൻ്റെ പെങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും അത്യാവശ്യമായ വിവാഹ സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ വിവാഹത്തിന് 2 ദിവസം മുമ്പ് 10,000 രൂപയും കൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഒരുപക്ഷെ ആ യുവാവിന് പൈസ കിട്ടുമെന്ന രീതിയിൽ പോവുകയും എന്നാൽ ലഭിച്ചത് വെറും 10,000 രൂപയായതും കൊണ്ട് ഒരുപക്ഷെ താൻ കുടുംബക്കാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ മുമ്പിൽ പരിഹാസ കഥാപാത്രമായി മാറിയേക്കാം എന്ന ഭയം കൊണ്ടും അദ്ദേഹം മനഃപൂർവ്വം ഒളിഞ്ഞു നിൽക്കാനും സാധ്യതയുണ്ട്. എന്തു തന്നെയായാലും അദ്ദേഹത്തിന്റെ ഫോൺ എടുത്ത് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് അവസാനം വന്ന കാര്യങ്ങളൊക്കെയും തന്നെ സൈബർ സെൽ മുഖാന്തരം പരിശോധിച്ചാൽ തീർച്ചയായിട്ടും ഇതിന്റെ സത്യം പുറത്തു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അതിനൊന്നും തന്നെ മുതിരാത്തത്? എന്ത് തന്നെ ആയാലും ആരെങ്കിലും തട്ടിക്കൊണ്ട് പോവുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്ത ഒരു മനുഷ്യനെ കണ്ടെത്തുക എന്നത് കുറച്ചും കൂടി എളുപ്പമാണ്. എന്നാൽ മനഃപൂർവ്വം ഒളിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെടുക തന്നെ ചെയ്യേണ്ടി വരും. എന്തു തന്നെ ആയാലും അഭിജിത്തിന് എന്ത് സംഭവിച്ചു എന്നത് വരും ദിവസങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് അദ്ദേഹം തൻ്റെ കുടുംബത്തിൽ എത്തുകയും കുടുംബക്കാർക്ക് തന്നെ കാത്തിരിക്കുന്ന ആ പെൺകുട്ടിക്കും ഒരുപാട് സന്തോഷം നൽകാൻ അദ്ദേഹത്തെ കൂടി സാധിക്കട്ടെ എന്ന് തന്നെ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം.